ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞാണ് അശാസ്ത്രീയമായിട്ടാണ് ഇത് പണിയുന്നത് എന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് എന്നെ അസംബ്ലിയിൽ പരിഹസിച്ചു. വിവരം അറിയുന്നവർ ഇതിനെതിരായിട്ട് നിലപാടെടുത്ത ഹൈവേക്കെതിരായി 1 ഡസൻ MLA-മാരെ കൊണ്ട് എനിക്കെതിരായിട്ട് സംസാരിപ്പിച്ചു നിയമസഭയിൽ. ഞാൻ പറഞ്ഞല്ലോ, അശാസ്ത്രീയമായിട്ടാണ് പണിയുന്നത്. പല സ്ഥലത്തും ബൈപ്പാസുകളില്ല, മഴ പെയ്ത ഇത് ഇടിഞ്ഞു വീഴുകയാണ്. പല സ്ഥലത്തും സോയിൽ ടെസ്റ്റ് പോലും നടത്താതെയാണ് പില്ലറുകൾ വാർത്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് എടുത്ത് ഫ്ലെക്സ് വെച്ച ആരെയും ഇപ്പൊ കാണുന്നില്ല, ഒരാളെയും കാണുന്നില്ല. ഇപ്പൊ ക്രെഡിറ്റ് എടുക്കുന്നവരെല്ലാം ഇപ്പൊ അവിടെ പോയി. വ്യാപകമായിട്ടാണ്. ഇനി വലിയ മഴ വരട്ടെ. വലിയ മഴ വന്നാൽ പല സ്ഥലത്തും വെള്ളക്കെട്ടാണ്. കാരണം തോടുകൾ മൂടി, കാനകൾ മൂടി, ആവശ്യമായ കാനകൾ നിർമ്മിച്ചിട്ടില്ല. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഒരു കോർഡിനേഷനും സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് പണിയുന്ന ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാൻ വന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്, പറയും, ഞങ്ങൾ ഇനിയും പറയും. ഇപ്പൊ ക്ലിയർ ആയല്ലോ കേസ്. കൂടുതൽ സ്ഥലങ്ങളിൽ റോഡ് ഇടിയുന്ന സാഹചര്യമാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ ഇപ്പൊ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അപ്പോൾ ഇത് കേന്ദ്രം ദേശീയപാത അധികൃതർ അതിൽ കൃത്യമായ ഒരു പ്രതികരണത്തിന് പോലും തയ്യാറാകുന്നില്ല. അല്ല, ദേശീയപാത അധികൃതരും തയ്യാറാകുന്നില്ല. ഇത് ഇപ്പൊ ആരും ഇല്ല ഇതിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. ഇതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് വരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും തയ്യാറല്ല. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ, ഞാൻ പറഞ്ഞില്ലേ, ഇത് മുഴുവൻ നിരീക്ഷണം നടത്തി എല്ലാം പരിശോധിച്ച് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ് എടുത്ത് ഫ്ലെക്സ് വെച്ചല്ലോ എല്ലായിടത്തും. ഫ്ലെക്സ് വെച്ചല്ലോ എല്ലായിടത്തും. ഇതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് അവരാരും ഇല്ലല്ലോ. ഇപ്പൊ അവരാരും ഇല്ലല്ലോ. പാലാരിവട്ടം പാലത്തിന് നിർമ്മാണത്തിൽ ഒരു അപാകത ഉണ്ടെന്നുള്ള റിപ്പോർട്ടായിരുന്നു. പാലം ഇടിഞ്ഞു വീണില്ല. എന്തായിരുന്നു CPM-ന്റെ പ്രചരണം? പഞ്ചവടി പാലമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം. എന്താ ഇപ്പൊ ഒരു പ്രചരണം നടത്തുന്നില്ലല്ലോ CPM. കേന്ദ്ര ഗവൺമെന്റിനെതിരെ NHAIക്കെതിരെ ഒന്ന് പ്രചരണം നടത്ത്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടിരുന്ന ആളുകൾക്ക് അതിന്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട്, പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. പാലാരിവട്ടം പാലം ഒന്നും ഇടിഞ്ഞൊന്നും വീണില്ല. നിർമ്മാണത്തിൽ ഒരു അപാകത ഉണ്ടെന്ന് പരിശോധനയിൽ ചൂണ്ടിക്കാണിച്ച ഇല്ലേ? അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന് നടത്തിയ പ്രചരണം. എന്തൊരു പ്രചരണ കോലാഹലമായിരുന്നു. ഇപ്പൊ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്, വിള്ളൽ വീഴാണ്. അടുത്തുള്ള വയലിൽ വരെ വിള്ളൽ വീഴാണ്. സർവീസ് റോഡ് തകർന്നു വീഴാണ് വ്യാപകമായി. ഇന്നലെ എന്റെ നിയോജക മണ്ഡലത്തിലും വിള്ളലുണ്ടായിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അത് മലപ്പുറത്ത് മാത്രമല്ല, വ്യാപകമായി സംസ്ഥാനത്ത്. ഇനി വലിയ മഴ വരാൻ പോകുന്നില്ല. വലിയ മഴ വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടറിയാം. ഉറപ്പായിട്ട് ഞാൻ ഇന്ന് മറ്റേ കത്തെഴുതുവാണ് നിതിൻ ഗഡ്കരിക്ക്. അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം, പരിശോധന വേണം. അന്വേഷണം മാത്രമല്ല, പരിശോധന വേണം. പണിതിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന വേണം. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ച് പ്രതിപക്ഷം നേരത്തെ മുന്നറിയിപ്പ് നൽകിയതായി എന്നാണ് പ്രതിപക്ഷ നേതാവ് അവകാശപ്പെടുന്നത്.